വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഓൾ ഇന്ത്യ ഹിച്ചേക്കിംഗ് സോളോ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെട്ടിനാട്ടെ വിശേഷങ്ങളും തിരുമയം കോട്ടയിലേക്ക് എത്തിയതിനെ പറ്റിയും ഒക്കെയായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. തമിഴ്നാടിന്റെ ഉരുക്കു കോട്ടയായ തിരുമയം കോട്ടയെ പറ്റിയുള്ള വിശദമായ വീഡിയോ ആയിരിക്കും ഇത്. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ പുതുക്കോട്ടൈ കാരൈക്കൊടി ഹൈവേയിലെ തിരുമയം എന്ന പട്ടണത്തിലെ 40 ഏക്കർ വിസ്തൃതിയിൽ ഉള്ള കോട്ടയാണ് തിരുമയം കോട്ട. പുതുക്കോട്ടയിൽ നിന്നും 22 കിലോമീറ്ററും കാരൈക്കൊടിയിൽ നിന്ന് 22 കിലോമീറ്ററും അകലെയായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1687 രാംനാഥ് രാജാവായിരുന്ന വിജയ രഘുനാഥ സേതുപതിയാണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ രഘുനാഥരായ തൊണ്ടൈമാന് കോട്ട കൈമാറി എന്നും അറിയപ്പെടുന്നു. പാറയുടെ മുകളിൽ ബ്രിട്ടീഷ് വംശജരായ പീരങ്കികളുടെ ഒരു കൊത്തളമുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ തെക്കുവശത്തായി പ്രകൃതിദത്തമായ ഒരു കുളവുമുണ്ട്. 2012 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ കോട്ട വിപുലമായി നവീകരിച്ചു. കേന്ദ്രീകൃത ഭീമാകാരൻ ഭിത്തികളുള്ള ഒരു വലിയ കോട്ടയായിരുന്നു എന്ന് ആദ്യം പറയപ്പെട്ട ഈ കോട്ട ഇപ്പോൾ അവശേഷിക്കുന്നത് 4 മാത്രമാണ്. കോട്ടയ്ക്ക് 3 പ്രവേശന കവാടങ്ങളാണുള്ളത്. വടക്ക്, തെക്ക്, കിഴക്ക്. ഹനുമാൻ, ശക്തി, ഗണപതി, കറുപ്പർ എന്നിവരാണ് കോട്ടയുടെ കാവൽ ദേവതകൾ. ഈ ക്ഷേത്രങ്ങൾ തെക്കുവശത്തും ഭൈരവ പ്രതിഷ്ഠ വടക്കുഭാഗത്തും ശ്രദ്ധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ തെക്കൻ ചെരുവിൽ പാറയിൽ വെട്ടിയ 2 ക്ഷേത്രങ്ങളുണ്ട്. അവയിലൊന്ന് വൈഷ്ണവർക്ക് വേണ്ടിയും മറ്റൊന്ന് ശൈവർക്ക് വേണ്ടിയും സമർപ്പിച്ചിരിക്കുന്നു. അവ ചരിത്രപരമായും മതപരമായും ഏറെ പ്രാധാന്യമുള്ളതാണ്. 1799 മാർച്ച് മുതൽ 1802 മെയ് വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സേനയും തമിഴ്നാട്ടിലെ മുൻ തിരുനെൽവേലി രാജ്യത്തിലെ പോളിഗാർമാരും അഥവാ പാളയക്കരാർമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് പോളിഗാർ വാർസ് അഥവാ പാളയക്കരാർ യുദ്ധങ്ങൾ. ഈ കോട്ടയ്ക്ക് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. പോളിഗർ യുദ്ധത്തിലെ വിമത മേധാവികളുടെ ഒരു പ്രധാന കോട്ടയായിരുന്നു ഇത്. പാഞ്ചാലംകുറിശി പ്രഭുവായ കട്ടബൊമ്മന്റെ സഹോദരനായ ഉമാദുരയെ ഈ കോട്ടയിൽ വെച്ചാണ് പിടികൂടിയത്. ഉമയൻ കോട്ടൈ എന്നാണ് ഈ കോട്ട പ്രാദേശികമായി അറിയപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ കോട്ട ഉള്ളത്.
നമുക്ക് ആ വാതിൽ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്കിത് പെട്ടെന്ന് മഴ വരുന്നുണ്ട്. കുറേ സാധനം ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഭയങ്കര സെറ്റപ്പാണ്. നല്ല മഴ വരുന്നുണ്ട്. ഇത് കണ്ടോ, അവിടെ ഫുള്ള് ആളായിരിക്കും. പക്ഷേ അങ്ങനെ പണി ഇവിടാണ് കിടക്കുന്നത്. ഇവിടെ ഒരു കോട്ടയുണ്ട്. ഇവരെ കണ്ണ് വെട്ടിച്ച് മാത്രമേ ആളുകൾക്ക് അറിയാൻ പറ്റൂ. പണ്ട് യുദ്ധ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ കോട്ടകളെ മറികടന്ന് യുദ്ധം ചെയ്യുക, ജയിക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീല് തന്നെയാണ്. നമുക്കിനി മുന്നോട്ട് പോകണം. ഇതിനോട് ചേർന്ന് തന്നെ 2 ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വൈഷ്ണവ ക്ഷേത്രവും ഒന്ന് ശിവക്ഷേത്രവും ഇതിനോട് ചേർന്ന് തന്നെയാണ്. നെക്സ്റ്റ് ഇപ്പം അങ്ങോട്ട് പോകണം നമുക്ക്. ചെങ്ങന്നൂരാണ് തോന്നുന്നു. കുറച്ച് ടീംസിനെ കണ്ടിട്ടുണ്ട്. ഇതാണ് പുന്തലക്കാരൻ. കണ്ടുപിടിച്ചെന്നെ. എന്റെ പേരെന്താ? അനന്തു. എന്റെ പേര് അർജുൻ. അമീൻ. അർജുൻ എവിടെ? ഇവിടെ തന്നെ, ആലപ്പുഴ സ്ഥലം. ആലപ്പുഴ. മലപ്പുറം. ഇവിടെ എന്താ പരിപാടി? വർക്ക് ചെയ്യണം. എന്ത് വർക്ക്? ഓക്കെ. അങ്ങനെ സ്വന്തം നാട്ടുകാരനെ കണ്ടതിന്റെ സന്തോഷം. ഈ അടുത്ത് തന്നെയാണ് ക്ഷേത്രം. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി ഫുഡ് കഴിക്കാൻ പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അവൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ പോവാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ അങ്ങനെ കാണാൻ പറ്റുമോ? അല്ലേ, താടിയുടെ ഒരു മാത്രം തോന്നിയുള്ളൂ. ചോദിച്ചു നോക്കാം. അങ്ങനെ തിരുമയം കോട്ടയുടെ അടുത്തുള്ള ഗ്രാമത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോവാണ്. അവന് പരിചയമുള്ള ഏതോ ഒരു ഹോട്ടലുണ്ട് അവന്റെ ഓഫീസിന്റെ അടുത്ത് തന്നെ. അപ്പൊ അങ്ങോട്ട് പോവാന്നുള്ളൊരു പദ്ധതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്റെ നാട്ടിൽ തന്നെയുള്ള പയ്യനാണ്. കുന്തലയിലാണ് വീട്. പെട്ടെന്ന് തന്നെ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് എന്നെ വിളിച്ചു. അതൊരു വലിയൊരു എക്സൈറ്റിംഗ് മൊമെന്റ് തന്നെയായിരുന്നു. കാരണം വീട് വിട്ട് കുറെ ദിവസമായി. അതിനുശേഷം ഇപ്പോഴാണ് ഒരാളെ, അതും ഒരു പരിചയമുള്ള ഒരാളെ, അതും വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാളെ തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. കമ്പനിയാണോ താമസമൊക്കെ തരുന്നത്? മറ്റേ ടോപ്പ് കമ്പനിക്കകത്ത് ഇവിടെ മറ്റേ ചന്ദ്രയാന്റെ പകുതി പരിപാടിയൊക്കെ നടക്കുന്നത്. റിസർച്ച് സെന്റർ ആണോ ഇത്? അല്ലല്ല, ഇവിടെ അതിന്റെ പൈപ്പിംഗ് യൂണിറ്റ് മാത്രം.
ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അവനും കൃത്യമായിട്ട് വഴി അറിയില്ല, അമ്പലത്തിന്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുകയും കൂടി വേണം. ഈ പോകുന്ന വഴി റോഡിന്റെ അവിടെ എല്ലാം കോട്ടകൾ തന്നെയാണ് കേട്ടോ. അതിന്റെ നടുക്കൂടെ ഉള്ള ആ കവാടത്തിന്റെ ഒക്കെ നടുക്കൂടി ഇപ്പൊ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ശിവൻ കോവിലേക്ക് പോകാൻ വഴി വേണം. அடிப்படி என்ன சேனல் நேம் என்ன? சின்மயம். அப்படியா? வெண்மணி உன்னிகிருஷ்ணன். சரி ஒரு செகண்ட் பேன் எடு. எழுது எழுது நான் சொல்றேன். VENMONY வெண்மணி உன்னிகிருஷ்ணன். UNNIKRISHNAN உன்னிகிருஷ்ணன். இது இன்ஸ்டாகிராம் இருக்கா? அதிலும் சேம் நேம் தான். சப்ஸ்கிரைப் இது பண்ணு, ஃபாலோ பண்ணு. கம்மி தான். நான் இது என்னோட ஃபர்ஸ்ட் ட்ரிப். அதுதான் அவன் கை கொடுத்துருக்கு. சப்ஸ்கிரைப் கம்மி தான், 1K தான் இருக்கு. இது என்னோட ஃபர்ஸ்ட் டிராவல். இதுக்கப்புறம் 3 மாசத்துக்கு அப்புறம் தான் வீடியோஸ் போடும். இதுவும் வரும். കേരള ഒരു 2-3 മാസം ആകും. ശരി ശരി. അത് പേന വെച്ചിട്ട് എന്റെ പേരെന്നാ വെച്ചിട്ട് സേഫാ വെച്ചിട്ട്. അത് ബോർഡ് വെച്ചിരിയാ? ശരി. എന്റെ പേരെന്നാ? മണികണ്ഠൻ. പർവേഷ്. സഞ്ജയ്. കൃതി. ഇതിനെക്കാട്ടിലും വലിയ യൂട്യൂബ് ബ്ലോഗേഴ്സ് ആണ് ഈ കുട്ടികളെല്ലാം. അങ്ങനെ അവര് വഴി പറഞ്ഞു തന്നു. അതിന് കുറച്ചു ദൂരം കൂടെ ഉള്ളു, തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള യാത്രാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്താം. തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചു തരും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.